ഇന്ന് മൂലമറ്റം ഗണപതി ക്ഷേത്രത്തിലെ ഉത്സവം സമാപന ദിവസമാണ് കേട്ടോ. അതായത് തിങ്കളാഴ്ച. അപ്പോൾ ഇന്നലെ ഞായറാഴ്ച വൈകുന്നേരം ഞങ്ങൾ ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ ഉത്സവമൊക്കെ ആണെന്ന് അറിഞ്ഞത്. അപ്പോൾ ഇന്ന് ഗാനമേളയും ഘോഷയാത്രയൊക്കെ ഉണ്ട്. അതൊക്കെ ഇന്ന് ഇവിടെ കൊണ്ടെല്ലാം സമാപന ഗാനമേളയുടെ സെറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഘോഷയാത്ര വന്നു കയറി കഴിഞ്ഞാൽ ഗാനമേളയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങോട്ട് വന്നേക്കുന്നത്. അപ്പോൾ ജസ്റ്റ് അമ്പലമൊക്കെ നന്നായിട്ട് അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇവരുടെ ഈ ട്രൂപ്പ് ബാൻഡിൻ്റെ ആണ്. സൗണ്ട് ചെക്ക് എന്ന് പറഞ്ഞ ബാൻഡ്, അങ്ങനെയൊക്കെ പേരെഴുതി വെച്ചേക്കുന്നത് കൃത്യമായിട്ട് എനിക്കറിയത്തില്ല. അപ്പോൾ അവരുടെ ഗാനമേളയും കാര്യങ്ങളൊക്കെയാണ്. അമ്പലം നന്നായിട്ട് ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ അലങ്കരിച്ച് ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പം ഞാനിവിടെ 2014 വന്നിട്ടുള്ള ജോലിക്ക്. അപ്പോൾ അന്ന് ഒരു ഇതുവരെ ഇങ്ങനെ അലങ്കരിച്ച് കണ്ടിട്ടില്ല. അതാദ്യമായിട്ടാണ് ഇങ്ങനെ അലങ്കരിച്ച് ഇവിടെ ഉത്സവം നടത്തുന്നതായിട്ട് ഞാൻ കാണുന്നത്. അതിന് മുമ്പ് നടത്തിയിട്ടുണ്ടോയെന്ന് അറിയത്തില്ല കേട്ടോ. അപ്പോൾ നമ്മളിന്നിപ്പോൾ അമ്പലം ഒന്ന് കയറി തൊഴുതിട്ട് എല്ലാം ഘോഷയാത്രയും കണ്ടിട്ട് പോകാമല്ലോ എന്ന് കരുതിയിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഗാനമേള വരുന്നത് കേട്ടോ. അപ്പം നമ്മളിനി നേരെ ഘോഷയാത്രയിലേക്കൊക്കെ പോകട്ടോ. അപ്പോൾ അമ്പലം അലങ്കരിച്ചൊക്കെ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ ഘോഷയാത്രയൊക്കെ വരുന്നുണ്ട്. നമ്മളും ഘോഷയാത്രയിലേക്കൊക്കെ പോകട്ടോ. അപ്പം നമ്മളെ ഘോഷയാത്ര കണ്ടൊരു കാഴ്ച ഇതാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് ഇവര് കോപ്പിറൈറ്റ് കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് വോയിസ് ഓവർ കൊടുത്ത് പറയുന്നത്. സിനിമ പാട്ടായിരുന്നു. അപ്പോൾ ഇതിന് യൂട്യൂബ് കോപ്പിറൈറ്റ് തരും. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഇട്ടേക്കാം. അവിടെ നിന്നാണെങ്കിൽ ഞാൻ കോപ്പിറൈറ്റ് വന്നാലും ക്ലെയിം ചെയ്യാറില്ല. ക്ലെയിം ചെയ്ത് കൊടുക്കുകയുള്ളൂ. കോപ്പിറൈറ്റ് റവന്യൂ ഷെയർ കൊടുത്തിടുകയെന്ന്. യൂട്യൂബിൽ അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ കാണുന്നത് നമ്മുടെ ഫേസ്ബുക്കിൽ ഒന്ന് ഫോളോ ചെയ്ത് കയറി കണ്ടോ കേട്ടോ. ഒറിജിനൽ ഓഡിയോ ഞാൻ അവിടെ തന്നെ ഇട്ടേക്കാം. ഓഡിയോ മ്യൂട്ട് ചെയ്യത്തില്ല. ക്ലെയിം വന്നാലും ഡിലീറ്റ് ചെയ്യത്തില്ല. റവന്യൂ ഷെയർ കൊടുത്ത് ഞാൻ അവിടെ ഇട്ടേക്കാം. അപ്പോൾ ഓഡിയോ ഒരിക്കലും പോകത്തുമില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കാണാം കേട്ടോ. ഇവിടെ എന്തായാലും ഞാൻ മ്യൂട്ട് ചെയ്യുകയാണ് യൂട്യൂബിൽ കാണുന്നവരുടെ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളിപ്പം ശരിക്കും യൂട്യൂബിൽ 16:9 എന്ന റേഷ്യോയിലാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്ന് ഇടയ്ക്ക് കൊച്ചി അറിഞ്ഞുകൊണ്ട് നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റില്ല പറയാം. ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ 16:9 എന്ന റേഷ്യോയിലാണ് ചെയ്തു വരുന്നത്. ഇപ്പോൾ പുതിയൊരു ട്രിക്ക് കണ്ടുപിടിച്ചു. യൂട്യൂബിലും ഫേസ്ബുക്കിലും വീഡിയോ ഇടുന്നതുകൊണ്ട് ഞാനിപ്പോൾ 1:1 എന്ന റേഷ്യോയിൽ ഫോണിൽ വീഡിയോ ക്ലിപ്പ് ആഡ് ചെയ്യും. അപ്പോൾ നമുക്കത് യൂട്യൂബിൻ്റെ എഡിറ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നമാണ്. ആ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ 1:1 യൂട്യൂബിൽ ഇടുന്ന രീതിയിലും എഡിറ്റ് ചെയ്യാം. ഇനി ഫേസ്ബുക്കിലേക്ക് മാറ്റണമെങ്കിൽ ഈ 1:1 ഇടുമ്പോൾ രണ്ടിലും കംഫർട്ടായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ആ രീതിയിലാണ് വീഡിയോ എടുക്കുന്നത്. ഇത് ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ വീഡിയോയിലൂടെ. അപ്പോൾ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ അങ്ങനെയാണ് ഈ വീഡിയോ എല്ലാം എടുത്തിട്ടേക്കുന്നത് കേട്ടോ. ഞാൻ എങ്ങനെ ചെയ്യുന്നതും കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഘോഷയാത്ര ഇതോടെ തീരുവാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് എല്ലാ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞിട്ട് ആണ് ഗാനമേള. ഗാനമേളയ്ക്ക് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നില്ല. കുഞ്ഞിക്കുള്ളതുകൊണ്ട് നല്ല ശബ്ദമൊക്കെ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് ഞങ്ങളങ്ങനെ ഗാനമേളയ്ക്ക് നിൽക്കുന്നില്ല. കുഞ്ഞിന് 2-3 ക്ലിപ്പും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഘോഷയാത്ര ഇവിടെ ഇതും കൂടി ഉള്ളൂ. ഇത് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട് വെറ്റാൻ പോവുകയാണ്. നല്ല തിരക്കൊക്കെ ഉണ്ട്.
അപ്പോൾ ഒരുപാട് പരിചയക്കാരെയൊക്കെ കാണാൻ പറ്റി നമ്മൾ ഇവിടെ വന്നുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും യൂട്യൂബിൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്ന ഫോളോ ചെയ്യുക. കൂടെ കൊടുക്കുക. ഇതുപോലെയുള്ള നാട്ടിലെ ആഘോഷങ്ങളും കാഴ്ചകളും ഒക്കെ ഞാനിങ്ങനെ വീഡിയോയിലൂടെ നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നോടം വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.